ബാലപാഠങ്ങൾ പോലും എനിക്ക് പറഞ്ഞു തന്നതും ഞാൻ ഫ്രെയിം ഔട്ട് പോകുമ്പോഴൊക്കെ ഇങ്ങോട്ട് മാറി നിൽക്കുക കുട്ടി എന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിച്ചു തന്നു. ഞാൻ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഏത് സിനിമ ചെയ്യുമ്പോഴും ഒരു ഗുരുസ്ഥാനത്ത് കണ്ട് അദ്ദേഹം എൻ്റെ മനസ്സിൽ വരാറുണ്ട്. ഞാൻ എപ്പോഴും ഒരു ഷോട്ട് അഭിനയിക്കാൻ പോകുന്നതിന് മുന്നേ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന ശ്രീനേട്ടൻ്റെ മുഖം. സൂപ്പർ. എന്റെ മനസ്സിൽ പോലും വരാറുണ്ട്. ധ്യാൻചേട്ടന്റെ മനസ്സിൽ ആരാ വരാറ് അങ്ങനെ ഒരു ഗുരുസ്ഥാനീയമായിട്ടാണെങ്കിൽ? എന്റെ മനസ്സിൽ പടത്തിന്റെ ചാർട്ടിങ്, പേയ്മെന്റ്, അംബിജിയല്ലേ ഒരു സീറ്റ് ഒഴിച്ചിട്ടുണ്ട്. മൂത്രം ഒഴിക്കാൻ പോലും ഞാൻ എനിക്കറിയാം എഴുന്നേറ്റ് അവിടെ വേറെ ആളിരിക്കും. ഈ പടത്തിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഇതിന്റെ ക്ലൈമാക്സിലെ വേണ്ട മെയിൻ സീക്വൻസിനെ കട്ട് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരുന്നത്. ഓർമ്മയില്ലേ? കാരണം അറിയാം മാറ്റിക്കളയുന്നു. പിന്നെ നാട്ടുകാർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നിലനിൽക്കും. പിന്നെ ഇടക്ക് 2 പടം ഓടണം. പിന്നെ ആരെയും വെറുപ്പിക്കാണ്ടങ്ങ് പോയി കഴിഞ്ഞാൽ കുറച്ചു നേരം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സാധനം. കുറച്ചു നേരം പിടിച്ചു നിന്നാൽ 10-14 കൊല്ലം ഇപ്പൊ പിടിച്ചു നിന്നോ. ഇനി അങ്ങ് ഓടുന്ന പോലെ അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് സിനിമയോട് എനിക്ക് അഭിനയത്തോടൊന്നും അങ്ങനെ ഒരു അഭിനിവേശമൊന്നുമില്ല. ഞാൻ ഇഷ്ടപ്പെട്ടതൊക്കെ കുറച്ചെങ്കിലും എനിക്ക് താല്പര്യം ഫിലിം മേക്കിങ്ങിനോടൊക്കെയാണ്. അത് വഴി ഇപ്പോൾ ഉള്ള കമ്മിറ്റ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ അതിലോട്ട് കടക്കാനാണ്. കമ്മിറ്റ്മെന്റ് കഴിയോ? ഇല്ല. അത് പറഞ്ഞപ്പോഴാ ശ്രീനേട്ടനെ കണ്ടപ്പോഴേ, ഞാൻ ഈ പടത്തിൽ ധ്യാന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ ശ്രീനേട്ടനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ശ്രീനേട്ട ഡിറ്റക്റ്റീവ് വിജിലൻ സിനിമയില് ഞാൻ ധ്യാന്റെ അച്ഛനായിട്ട് അഭിനയിക്കുകയാണ്. അപ്പൊ ശ്രീനേട്ടൻ ഞാനും ഞാൻ വിചാരിച്ച ഫ്ലാസ്ക് എന്നാണ് സിനിമയുടെ പേര്. അപ്പൊ നിങ്ങൾ പ്രൊമോഷന്റെ ഭാഗമായിട്ടെങ്കിലും ഒരു ഫ്ലാസ്ക് ഒക്കെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരുമെന്ന്. അത്ര പോലും പൈസ മുടക്കാൻ തയ്യാറാകാതെ സിനിമയുടെ പ്രൊമോഷൻ നടത്തിയ നിങ്ങൾക്ക് ഇരിക്കട്ടെ വലിയൊരു കയ്യടിയും. ഇത് ഈ പ്രൊമോഷൻ ഇത് കണ്ടിട്ട് ആൾക്കാർ തിയേറ്ററിൽ കയറിയിട്ട് ഈ പടം ഒരു 3 ആഴ്ച മിനിമം ഓടുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മള് വലിയൊരു ഫ്ലാസ്ക് തരുന്നു. പറഞ്ഞു പ്രാശേ എങ്ങനെയുണ്ടായിരുന്നു? ഇല്ല, നല്ല രീതിയിൽ ചെയ്തു. ധ്യാൻ്റെ കൂടെ അഭിനയിക്കുന്നവർക്ക് എല്ലാവർക്കും കഥകൾ ധാരാളം പറയണ്ടോ? ഞാൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇല്ല ഇപ്പം എന്തെങ്കിലും ഒരു ടേക്ക് എടുക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും എറർ വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും അഭിനയത്തിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴേ പോയി. അങ്ങനെ എനിക്ക് ആദ്യം തോന്നിയ എറർ എന്താണെന്നറിയാമോ? ഇവന്മാർ അഭിനയിച്ച ഫസ്റ്റ് ദിവസം ഒരുപാട് ആളുകളുടെ സ്ട്രെസ് മാറാനും ടെൻഷൻ മാറാനും ഒക്കെ ധ്യാൻ ചേട്ടന്റെ ഇന്റർവ്യൂസ് കാണാറുണ്ട് ആളുകൾ. ധ്യാൻ ചേട്ടൻ എങ്ങനെയാണ് സ്ട്രെസ്സും ടെൻഷനും മാനേജ് ചെയ്യുന്നത്? എങ്ങനെയാണ് അത് അവോയ്ഡ് ചെയ്യുന്നത്? ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്ന സന്ദീപാണെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങളുടെ ഇടയിലുള്ള ഒരു റൊമാൻറ്റിക് ബോയ് സന്ദീപാണോ? അതെ. അതായത് റൊമാൻറ്റിക് മീൻസ് നമ്മളടുത്ത് റൊമാൻസ് ഒന്നും കാണിക്കാറില്ല. ഒരു വൈബ്സ് ഐ തിങ്ക് ഒന്ന് ബാലൻസ് ചെയ്യാനൊന്നും അവിടെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഈ വള ഊരി കൊടുക്കട്ടെ. ഞാൻ പോട്ടെ, എന്റെ ഒരു പ്ലാൻ ബി ഉണ്ട്. ഞാനിത് ആദ്യം തന്നെ വേണ്ട. എന്റെ ഉടുപ്പൊന്നും പാകാവില്ലെങ്കിലും എന്റെ പ്രാഡ ഗ്ലാസസ് അണ്ണനക്ക്. പ്രാഡയാണോ? എനിക്ക് എന്തെങ്കിലും ഉണ്ടടാ? ചേട്ടന് പിന്നെ Can I tell you something? He has a great sense of style. Yeah. And the fact that he's spending so much money on shoes. ഇതൊക്കെ എന്ത് ചെയ്യും? വീട്ടിൽ ആരൊന്നും ചോദിക്കൂല ഇത്ര ഷൂ. എത്ര ഷൂ ഉണ്ട്? 82 ഉണ്ടടാ? 82 ഉണ്ടാവും. ക്ലോസ് ടു 100. My God. ഇപ്പൊ കുറച്ച് ചവിട്ടി ഞാൻ, കാരണം ഒരു അതെ ഷൂട്ട ചവിട്ടണല്ലോ. ഈ ക്രൈസിനസ് ആക്സെപ്റ്റ് ചെയ്യുന്ന കാലം വന്നപ്പോ നീ മാറിപ്പോയോ? മാറിയിട്ടില്ല. പക്ഷെ ഈ ആരെങ്കിലും ഒക്കെ കമ്പനി കൂടാനുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് പൊളിക്കും. ഞാൻ പേളിൽ നിന്നത് പ്രതീക്ഷിച്ചിരുന്നു. ബെഡ്ഷീറ്റ് ഇട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ കൊറിയൻ ഡ്രാമയാ സത്യം പറഞ്ഞാൽ. ഇതിന്റെ കൊറിയൻ ഡ്രാമയുടെ പ്രശ്നം എന്താ പറയുക, അവരൊരു 2 പേര് ലവിലായിരിക്കും, അവര് ലവ് ആവും. പക്ഷെ ഒരു 10ാമത്തെ എപ്പിസോഡ് വരെ ഒരു കിസ്സിങ് സീൻ പോലും ഉണ്ടാവില്ല. കിസ്സിന് വേണ്ടിയാണോ ഇത് കാണുന്നത്? അല്ല, കാണാൻ പറ്റിയ വേറെ സാധനങ്ങളുണ്ട്.
എവിടെ ഞാൻ കേട്ടു ധ്യാൻ ചേട്ടന് 19-ാം നൂറ്റാണ്ട് പോലത്തെ സിനിമകളൊക്കെ ചെയ്യണം, കുതിരപ്പുറത്ത്. ഒരിക്കലും കേൾക്കാൻ വഴിയില്ല, കുതിര സമ്മതിക്കില്ല. കഴിഞ്ഞ ഇന്റർവ്യൂവിനാണ് തോന്നുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു പരിപാടിയാണ്, എനിക്ക് ആക്ടിങ് ഇനി അധികം ഞാൻ ചെയ്യാറില്ല, ഈ ഡിസംബറൊക്കെ വരെയുള്ളൂ പരിപാടി. പക്ഷെ അപ്പോഴും ആൾക്കാർ ഇത്രയും നല്ല ക്യാരക്ടേഴ്സ് എൻജോയ് ചെയ്യുന്നു. ഇപ്പൊ ഈ മൂവിയിലാണെങ്കിൽ ഇമോഷൻ ഉണ്ട്, കോമഡി ഉണ്ട്, എല്ലാം കവർ ചെയ്യുന്നു. എല്ലാവരും കവർ ചെയ്യുന്നുണ്ട് എല്ലാ ഏരിയയും. അപ്പം ആൾക്കാരിങ്ങനെ ഇഷ്ടപ്പെടുമ്പോൾ എങ്ങനെ ഈ ഡിസംബറിൽ അല്ലെങ്കിൽ ഈ വർഷത്തോട് ഒരു ആക്ടിങ് നിർത്താം എന്ന് പറയുന്നു. ആൾക്കാർ ഇഷ്ടപ്പെട്ട് ബാക്കിയൊക്കെ വരാനില്ല, അപ്പൊ ആൾക്കാർ തന്നെ പറയും നിർത്തിക്കോളൂ ഡിസംബർ ആകുമ്പോഴേ. ഞാൻ ഈ ടീസർ കണ്ടതിൽ നിന്ന് ഒരു ചോദ്യം നിങ്ങളെടുത്ത് ചോദിക്കാം. ഇപ്പൊ ടീസറിൽ പറയുന്നുണ്ട് രവീന്ദ്രന് 30 മണിക്കൂറായിട്ട് കാണാനില്ല എന്നുള്ളൊരു വാർത്ത. നിങ്ങൾ അതേപോലെ ഒരു 30 മണിക്കൂർ നിങ്ങൾക്ക് തന്നെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാനായിട്ട് ഒരു ബ്രേക്ക്. എനിക്കത് ഏറ്റവും ആഗ്രഹം എവിടെയെങ്കിലും ഒന്ന് പോയാൽ മതി. 30 മണിക്കൂർ ഷീൽ ചേച്ചി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഷീൽ ചേച്ചി അങ്ങനെ 30 hours കിട്ടുകയാണ്. യു കെൻ ഗോ എനിവെയർ ആൻഡ് ഡു വാട്ട് എവർ യു ലൈക്ക്. എന്താ ചെയ്യാം? എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഓടിച്ചിട്ട് ഞാൻ തന്നെ ഇരിക്കും. ഞാൻ ഇവ ക്രിസ്റ്റഫർ, മലയാളികളുടെ പ്രിയങ്കരനായ ധ്യാൻ ശ്രീനിവാസൻ, ഹൂസ് നോൺ ആസ് എൻ ഇന്റർവ്യൂ സ്റ്റാർ, ഓൾസോ ആസ് എൻ ആക്ടർ. നിങ്ങളുടെ ക്യാരക്ടർ അസൈൻ ചെയ്ത സമയത്ത് ഈ ക്യാരക്ടർ ഇന്ന ആൾക്ക് ഇന്ന ക്യാരക്ടർ ആണ് എന്ന് പറഞ്ഞ സമയത്ത് ഈ 4 എണ്ണം ചിട്ടിട്ട് എടുക്കുകയായിരുന്നു, അതോ നിങ്ങൾക്ക് വേണ്ടി റൊമാൻസ് കിട്ടിയില്ലേ പ്ലസ് 2 കാലഘട്ടത്തിലൊന്നും? എല്ലാവരും ആഗ്രഹിച്ചൊരു കുറെ പരിപാടികളും കാര്യങ്ങളൊക്കെ പ്ലസ് 2 കാലഘട്ടത്തിൽ കോഴിക്കോട് പടം. ഓക്കെ, ഇപ്പൊ സങ്കടം പറഞ്ഞ സ്ഥിതിക്ക് പ്ലസ് 2 കാലഘട്ടത്തിൽ കിട്ടാത്ത എന്തൊക്കെയാണ് ഈ ഫിലിമിൽ കിട്ടിയിരിക്കുന്നത്? ഒരു ശമ്പളം. ശരിക്കും നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ സിനിമയിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു പ്രൊഫഷൻ ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടോ? അതായത് ഇപ്പൊ ഒരു സിനിമയിൽ ഒരാൾക്ക് ഒരു പെട്ടെന്ന് അറ്റാക്ക് റെഡിയാക്കി അല്ല CPR കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ അനുഭവം എന്തിനാണ് പറയാറില്ലേ ഈ കോണ്ടന്റ് ചെയ്തതിൽ ഇത് ശരിയായില്ല നിങ്ങള്? കൂടുതൽ ആൾക്കാർ ഞങ്ങളെ റീൽ കാണുന്നുണ്ട്. ഡിജിറ്റല് ഞാനും ഡിജിറ്റൽ ഇന്റർവ്യൂ ന്യൂസ് ചോദിക്കാൻ ചേട്ടാ ഒരു സിനിമയാണ് ഇന്റർവ്യൂ നടത്താൻ വേണ്ടി. ഈ ആദ്യം നിങ്ങളിപ്പോ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കണ്ട് കളിയാക്കിയവരുണ്ടായിരിക്കും. അതൊക്കെ പറയില്ലേ ഇവർക്ക് വേറെ പണിയില്ല അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ടാവുമല്ലോ. ഞങ്ങളിതേ സെന്റി BGM കിട്ടി ഇറക്കാം. എന്നിട്ട് അതിന്റെ മറ്റേ ശോകമുഖമായിട്ടുള്ള ഒരു പാട്ട് ഷീല എബ്രഹാം കടക്കണിയിലോ കറക്റ്റ്. സത്യം. എങ്ങനെയെങ്കിലും കുറച്ച് പേര് ഒരു 100 രൂപ മുടക്കി സിനിമ കാണുമല്ലോ. കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, 100 വെച്ച് അയച്ചാൽ ലൈക്ക് ഷെയറിന് എങ്ങനെയാടാ? എനിക്ക് എന്റെ യൂട്യൂബില് കാസർഗോഡ് നിന്ന് കുറച്ച് ലൈക്ക് കുറവാ. അപ്പൊ നീ ഒന്ന് പറഞ്ഞേ. ചാനൽ കണ്ടിട്ട് ലൈക്ക് ആക്കണോ, സബ്സ്ക്രൈബ് ആക്കണോ, പിന്നെ ഷെയറും ആക്കണോ, പിന്നെ ബെല്ലില്ല അത് കുത്തണോ. ഇത് എന്നെ ആക്കണ പോലെ ഉണ്ടായിരുന്നു എനിക്ക്. സെറ്റാക്ക് പവർ